ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്ടെയിൽ മീഡിയ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ടൊമാറ്റോ എഗ് ഓംലേറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടി ആദ്യം തന്നെ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിന് കൂടുതൽ ഓംലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുട്ട എടുത്താൽ മതി. എന്നിട്ട് സാധാ ഒരു ഓംലേറ്റിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന പോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു തക്കാളി കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. തീരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത്, ഏകദേശം ഇതുപോലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു ഉള്ളിയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് നമുക്ക് അരിഞ്ഞെടുക്കാം. റൗണ്ട് ഷേപ്പിൽ വേണം ഇതും അരിഞ്ഞെടുക്കാൻ. എരിവ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് എടുത്താൽ മതി പച്ചമുളക്. ഇനി നമ്മൾ അരിഞ്ഞെടുത്ത വെജിറ്റബിൾസ് നമുക്ക് നമ്മുടെ കോഴിമുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചെടുക്കാം. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ കുരുമുളക് പൊടിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഓംലേറ്റിൻ്റെ റെസിപ്പിയാണിത്. എന്നിട്ട് നമുക്കൊരു പാനിലോട്ട് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി നമുക്ക് അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാവരും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ കോഴിമുട്ടയുടെ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊരു മൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കൊച്ചു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.